ഇനി ഗസയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയിരിക്കുകയാണ്. മാസങ്ങൾക്കകം ഗസയിൽ സമ്പൂർണ്ണ വിജയം നേടാൻ സൈന്യത്തിന് കഴിയുമെന്നും നെതന്യാഹു. ഇന്ന് ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം ഹമാസ് നിർദ്ദേശം ചർച്ച ചെയ്യും. വെടിനിർത്തൽ കരാറിലൂടെ ബന്ദിമോചന ശ്രമങ്ങൾ തുടരുമെന്ന് ഇസ്രായേൽ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു. ബാഗ്ദാദിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഇറാഖിലെ ഹിസ്ബുള്ള കമാൻഡർ ബാഖർ അൽസാദി കൊല്ലപ്പെട്ടു. ഷഹാന ചേരുകയാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ഗസയിൽ എന്ത് സംഭവിക്കുന്നു, എങ്ങനെയൊക്കെയാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മോട് പറയാൻ വേണ്ടിയിട്ട് ഷഹാന, ഈ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് ഒരു തീരുമാനവും ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടില്ലേ? ഈ കരാർ ഈ ചർച്ചകൾ വഴിമുട്ടുകയാണോ? ഫാരിഷ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈജിപ്തും ഖത്തറും ഒക്കെ മധ്യസ്ഥത വഹിച്ചുകൊണ്ടുള്ള കരാർ ചർച്ചകളായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഹമാസ് കടുത്ത വ്യവസ്ഥകൾ തന്നെ ഇസ്രായേലിന് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന ഹമാസിന്റെ 3 ഘട്ട വെടിനിർത്തൽ കരാർ വ്യവസ്ഥ എന്ന് പറയുന്നത് 45 ദിവസം വീതം ഉള്ള 3 ഘട്ടങ്ങളിലായി 4.5 മാസം നീളുന്ന ഒരു വെടിനിർത്തൽ കരാർ വ്യവസ്ഥയാണ് ഹമാസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ ബന്ദികളെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുമെന്നും എന്നാൽ ഇതിനുശേഷം ഗസയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രായേൽ സേന പിൻവാങ്ങണമെന്നുള്ളതുമായിരുന്നു ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥയിലെ ആകത്തുക എന്ന് പറയുന്നത്. എന്നാൽ ഇതിനോട് ഇസ്രായേൽ വളരെ വ്യത്യസ്ത രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇല്ല, ഹമാസിന്റെ വ്യവസ്ഥകൾ പാലിക്കില്ല, ഇത്തരത്തിലുള്ള ഒരു വെടിനിർത്തൽ കരാറിന് തങ്ങൾ തയ്യാറല്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. ഗസയിൽ യുദ്ധം ജയിക്കും വരെ തുടർന്നുകൊണ്ടിരിക്കും എന്നും നെതന്യാഹു അറിയിച്ചിരിക്കുന്നു. അതേസമയം ഇത്തവണ ഇസ്രായേലിലെത്തിയ ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. വെടിനിർത്തലിലേക്ക് പോവുകയും ബന്ദിമോചനവും ഇപ്പോൾ അമേരിക്ക ഇസ്രായേലിന് മേൽ ചുമത്തുന്ന സമ്മർദ്ദത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം വെടിനിർത്തൽ ഇപ്പോൾ ഒരു അടിയന്തര ആവശ്യമായി അമേരിക്കയുടെ മുന്നിൽ പോലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ നെതന്യാഹുവിന് മുന്നിൽ ഈ ആവശ്യം ആന്റണി ബ്ലിങ്കൻ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 7 നടന്നത് ഒരു മനുഷ്യത്വരഹിതമായ ഒരു സംഭവമാണെന്ന് തന്നെ ബ്ലിങ്കൻ ആവർത്തിച്ച് പറയുമ്പോൾ തന്നെ എന്നാൽ ഇപ്പോൾ റഫേൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം, റഫേൽ നമുക്കറിയാം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് ഈ റഫേലാണ് ഇപ്പോൾ വ്യോമാക്രമണമൊക്കെ ഇസ്രായേൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ആക്രമണം നടത്തുന്നത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മനുഷ്യത്വരഹിതമായ ഒരു പ്രവർത്തനമാണെന്ന് ബ്ലിങ്കൻ പറയുന്നു. ഇതാദ്യമായാണ് ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അമേരിക്ക ഇത്തരത്തിൽ അപലപിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു സമ്മർദ്ദം ബ്ലിങ്കൻ ഇസ്രായേലിന് മേൽ ചുമത്തും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ ഇനി ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുന്നില്ല. വെടിനിർത്തൽ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഷഹാന പറഞ്ഞതുപോലെ തന്നെ റഫ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. റഫ, വെസ്റ്റ് ബാങ്ക്, ഖാൻ യൂണിസിലൊക്കെ കനത്ത ആക്രമണങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം പോലും ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ വെടിനിർത്തൽ കരാർ ഈ സമയത്ത് അനിവാര്യമായിട്ടുള്ളതാണ് വെടിനിർത്തൽ കരാർ എന്ന് പറയുന്നത്. അത് സാധ്യമായില്ലെങ്കിൽ യുദ്ധം മറ്റൊരു തലത്തിലേക്കായിരിക്കില്ലേ പോവുക? അതെ, റഫേലിലുള്ള ആക്രമണം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ തീർത്തും കഴിഞ്ഞ ദിവസം വെള്ളം ശേഖരിക്കാൻ പോയ ഒരു കൂട്ടം ജനങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയാണ്. ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണം തന്നെയാണ് ഇത്രയും കാലമായി ഇസ്രായേൽ തുടരുന്നതും ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നതും. ദൈർ ബലായിലും ഗസ സിറ്റിയിലും റഫേലും ഒക്കെയായി അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ കടുത്ത വ്യോമാക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം കരയുദ്ധവും റഫേലുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിൽ മനുഷ്യർ 100 കണക്കിന് ഫലസ്തീനികൾ ദിവസം കൊല്ലപ്പെടുന്നുണ്ട്. വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളത് മറ്റൊരു കാര്യം. ഭക്ഷണം എത്തുന്നില്ല റഫേലിലേക്ക് എന്നുള്ളതാണ്. ഈജിപ്ത് അതിർത്തിയിൽ മതിലിന്റെ ഉയരം കൂട്ടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫലസ്തീൻ ജനതയെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ റഫേൽ ഇങ്ങനെ തമ്പടിച്ചു കൂട്ടി ഇവിടെ ആക്രമണം നടത്തുക. വടക്കൻ ഗസയിൽ നിന്ന് യുദ്ധത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ്. വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങളെ തള്ളി പലായനം ചെയ്യിപ്പിച്ച് തെക്കൻ ഗസയിലേക്ക് എത്തിക്കുന്നു. തെക്കൻ ഗസയിൽ ആക്രമണം ശക്തമാകുന്നു. അതിർത്തി പ്രദേശമായ റഫേൽ ഇപ്പോൾ തിങ്ങി നിറഞ്ഞ അഭയാർത്ഥികളായി ജനങ്ങൾ കഴിയുന്നു. ഇവിടേക്ക് ഇപ്പോൾ ആക്രമണം ശക്തമാക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ വെടിനിർത്തൽ അനിവാര്യമാണ്. ബന്ദിമോചനം ഇസ്രായേലിന് മേലുള്ള സമ്മർദ്ദമായതുകൊണ്ട് തന്നെ ഇസ്രായേൽ പൂർണ്ണമായും ഒന്നും പിൻവാങ്ങൽ ഇസ്രായേലിന് സാധ്യമല്ല. നെതന്യാഹു യുദ്ധത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ യുദ്ധകാര്യ മന്ത്രിസഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്മർദ്ദം തന്നെയുണ്ട്. ബെൻവീർ അടക്കമുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിയായ ബെൻവീർ അടക്കമുള്ള ഫലസ്തീനികളെ ആട്ടി ഓടിക്കണം എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ബെൻവീർ അടക്കം നെതന്യാഹു
നെതന്യാഹുവിനെതിരെ രംഗത്തെത്തുന്നു. അതായത് നെതന്യാഹുവിന് സ്വയം ഇത്തരത്തിൽ യുദ്ധം തുടരും, വെടിനിർത്തൽ കരാറിന് തങ്ങളില്ല എന്നൊന്നും പറഞ്ഞ് പിൻവാങ്ങാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യമുള്ളതുകൊണ്ട് തന്നെ വെടിനിർത്തൽ സാധ്യത നിലവിലുണ്ട്, വെടിനിർത്തൽ സമ്മർദ്ദവും നിലവിലുണ്ട്. വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചും ഹമാസിനെ സംബന്ധിച്ചും ഒരു നിർണായക ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ ഇപ്പോൾ അമേരിക്ക കൂടെ ഇടപെട്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് കാര്യം എത്തും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. അതേസമയം മറ്റു മേഖലയിലേക്ക് യുദ്ധം പടരുന്നതിന്റെ ലക്ഷ്യം തന്നെയാണ് ഇറാഖിൽ അമേരിക്ക നടത്തുന്ന ആക്രമണം. അമേരിക്കൻ ബേസ് ക്യാമ്പിൽ ആക്രമണം, മൂന്ന് സൈനികർ കൊല്ലപ്പെട്ടതൊക്കെ കണ്ടതാണ്. ഇപ്പോൾ ഇന്നലെ കൂടി ഇറാഖിൽ അമേരിക്ക ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാഖിലെ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെടുന്നു. ഇത്തരത്തിലുള്ള ആക്രമണം മേഖലയിലാകെ പടരുന്നത് കൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ, ഗസയിൽ തന്നെ ഇത് വെടിനിർത്തലിലേക്ക് എത്തിച്ച് യുദ്ധത്തിനൊരു അന്ത്യം കുറിക്കുക എന്നുള്ളത് ഇപ്പോൾ അനിവാര്യമാണ്. ഫാരിഷ, തീർച്ചയായും ഹമാസിന്റെ നിർദ്ദേശങ്ങളെല്ലാം ഇസ്രായേൽ തള്ളിയിരിക്കുകയാണ്. എന്തായാലും യുദ്ധകാര്യ മന്ത്രിസഭ ഇന്ന് യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലൊക്കെ ഈ വെടിനിർത്തൽ തന്നെയായിരിക്കും പ്രധാനമായിട്ടുള്ള ചർച്ചയായിട്ട് വരിക. എന്ത് തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്.